റിയൽ നമ്പേഴ്സിൻ്റെ അടുത്തൊരു പോർഷനാണ് ഡിറ്റർമൈനിങ് ദ നേച്ചർ ഓഫ് ദി ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. അതായത് ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ഡെസിമൽ എക്സ്പാൻഷൻ ആക്കി എഴുതാനായിട്ട് പറ്റും, ആ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ്റെ നേച്ചർ എന്തായിരിക്കും, എത്ര ഡെസിമൽ പ്ലേസസ് ഒക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത്. ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു ഡെസിമൽ എക്സ്പാൻഷനെ റാഷണൽ നമ്പർ ആക്കിയിരിക്കുക. അതെങ്ങനെ ആദ്യം ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ നമുക്ക് തന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 1, 2, 3 3 പ്ലേസസ് മാറിയാണ് പോയിൻ്റ് വന്നിരിക്കുന്നത്. സോ നമുക്കതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 875 ഡിവൈഡഡ് ബൈ പോയിൻ്റ് കളഞ്ഞു. അപ്പോൾ 875 വന്നു. 3 പ്ലേസ് അല്ലേ, അപ്പം 3 സീറോസ് ആയിരിക്കും ഡിനോമിനേറ്റർ വരുന്നത്, ദാറ്റ് ഇസ് 1000. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റി? 875 ഡിവൈഡഡ് ബൈ 10 ക്യൂബ് എന്ന് എഴുതാൻ പറ്റി. അപ്പോൾ സോ ഒരു ഡെസിമൽ എക്സ്പാൻഷനെ ഞാനൊരു റാഷണൽ നമ്പറായിട്ട് എഴുതി. ഓക്കെ, അതുപോലെ അടുത്തൊരെണ്ണം ഡെസിമലിനെ എങ്ങനെയാണ് റാഷണൽ നമ്പറായിട്ട് എഴുതിയത്? സെയിം മെത്തേഡ് തന്നെയാണ്. പോയിൻ്റ് എത്ര പ്ലേസ് മാറിയാണ് ഇട്ടേക്കുന്നതെന്ന് നോക്കുക, അതിനനുസരിച്ച് ഡിനോമിനേറ്റർ വാല്യൂ കൊടുക്കുക ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡെസിമൽ എക്സ്പാൻഷനെ നമ്മൾ ഒരു റാഷണൽ നമ്പറാക്കി മാറ്റുന്നത്. ഈ ഡെസിമൽ നമ്പേഴ്സ് നോക്കിക്കേ, ഈ ഡെസിമൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഈ ഒരു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റിംഗ് ആണ്. അതായത് ഇങ്ങനെ ചില ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, ഇപ്പോൾ 1.6666 ഇങ്ങനെ തീരില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് നോൺ ടെർമിനേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇതേപോലെ ഡെഫിനിറ്റ് ആയിട്ടൊരു നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനെ മാത്രമേ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ? ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫോം ആക്കി മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് അടുത്ത് പറയുന്നത്. എനി റാഷണൽ നമ്പർ ഹാവിങ് ടെർമിനേറ്റിംഗ് decimal expansion can be written as a rational number whose denominator is some power of 100. അതായത് ഏത് റാഷണൽ നമ്പറിനെ ആണോ നമുക്ക് ഇതേ രീതിയിൽ, അതായത് ഡിനോമിനേറ്റർ 10ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റുന്ന ആ റാഷണൽ നമ്പറിന് മാത്രമേ എന്ത് കാണുള്ളൂ? അത് സോൾവ് ചെയ്യുമ്പോൾ ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കാണുള്ളൂ എന്ന് പറയുന്നത്. ഈ 10ൻ്റെ പവർ എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ 10 വന്നു, 100,000 ഒക്കെ വരാം. ഓക്കെ, അതിനാണ് 10ൻ്റെ പവറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ഡിനോമിനേറ്ററിന് 10ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 2 × 5 ആണ്. 100നെ നമുക്ക് 2² × 5² എന്ന് എഴുതാം, കാരണം 100 10² അല്ലേ. അപ്പോൾ 1000 10³ 2³ × 5³. അതുപോലെ പറയുന്നൊരു കാര്യമാണ്, ഇനി നോക്കിക്കേ, ഈ ഒരു പോർഷൻ നോക്കിയാൽ മതി. 0.875. അതിന് നമ്മൾ നേരത്തെ എഴുതിയ കണക്ക് 875/10³ എന്ന് എഴുതി. 10³ 2³ × 5³ എന്ന് എഴുതാൻ പറ്റും. ഈ 875നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൈം ഫാക്ടറിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതിയത്? സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ. ആദ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആയിരിക്കും, ദെൻ വീണ്ടും 5, ദെൻ 7. അപ്പോൾ അതിനെ നമുക്ക് 5³ × 7 എന്ന് എഴുതാനായിട്ട് പറ്റും. 875നെ 5³ × 7 എന്ന് എഴുതാൻ പറ്റും. 10³ 2³ × 5³ എന്നും എഴുതാനായിട്ട് പറ്റും. അതിൽ നോക്കിയാൽ 5³ ക്യാൻസൽ ആയി പോകും. അപ്പം 7/2³ എന്ന് വരും, ദാറ്റ് ഇസ് 7/8. അപ്പോൾ ഒരു ഡെസിമലിനെ നമ്മൾ റാഷണൽ നമ്പർ ആക്കുന്നത് കണ്ടു. അപ്പോൾ ഈ 7/8 എന്ന് പറയുന്നതിനെ നമ്മൾ തിരിച്ച് ഡെസിമൽ ആക്കുമ്പോഴും എന്ത് തന്നെ വരുള്ളൂ? ഈ ഒരു 0.875 ആയിരിക്കും വരുന്നത്. അതെന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനാണ്. അത് താഴെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7/8 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 7/8 എന്ന് പറയുന്നത് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ, എങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2³ എന്നായിരിക്കും കിട്ടുന്നത്. ഫാക്ടറൈസ് ചെയ്തിട്ട് 2³ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം നമ്മൾ പറഞ്ഞിരുന്നു 2ഉം 5, 2 × 5 എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇപ്പോൾ പവർ മാറുന്നതനുസരിച്ച് ഇപ്പോൾ 10² ആണെങ്കിൽ 2² 5² എന്ന് വരും. ഇപ്പം 10³ ആണെങ്കിൽ 2³ 5³ എന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കുക 2 ആണോ 5 ആണോ അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 8ന് 2³ ആണ് ഫാക്ടറൈസ് ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 5³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതങ്ങനെയാണ്. ഇപ്പോൾ ക്വസ്റ്റനിൽ നമ്മൾ ചെയ്തു വരുമ്പം ഇവിടെ 5³ ആണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 2³ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 5³ കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും? 7 × 5³ 875 വരും. 2³ × 5³ 10³ ആകും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു 5³ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 10ൻ്റെ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ആൻസർ എന്ത് വരും? 875/100 എന്ന് വരും, ദാറ്റ് ഈസ് 0.875 എന്ന് വരും. ഇങ്ങനെയാണ് ഒരു റാഷണൽ നമ്പറിനെ നമ്മൾ ഡെസിമൽ ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് അറിയാനും പറ്റും ഡെസിമലിൽ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നുള്ളത്. ഓക്കെ, അത് തന്നെയാണ് ഈ ഒരു പോർഷൻ, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇഫ് വി എക്സ്പ്രസ് ദ ന്യൂമറേറ്റേഴ്സ് ഓഫ് റാഷണൽ നമ്പറിൻ്റെ ന്യൂമറേറ്റർ നമ്മൾ എന്താ പ്രോഡക്റ്റ് ഓഫ്
പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതുക. അതാണ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ഇവിടെ ആകെ 2 മാത്രമേ ഉള്ളതുകൊണ്ട് 2 ക്യൂബായിട്ട് എഴുതി കഴിഞ്ഞാൽ ആൻഡ് ക്യാൻസൽ ഔട്ട് ദി കോമൺ ഫാക്ടേഴ്സ് ബിറ്റ്വീൻ ദി ന്യൂമറേറ്റർ ആൻഡ് കറസ്പോണ്ടിങ് ഡിനോമിനേറ്റർ. ഇവിടെ ചെയ്തതുപോലെ ഇപ്പം 5 ക്യൂബും ക്യാൻസൽ ആയി കഴിഞ്ഞു. കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ആൻഡ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ ഡിനോമിനേറ്റർ ആർ ഓഫ് ദ ഫോം. അതായത് ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടോ, 2 ക്യൂബ് എന്നല്ലേ ലാസ്റ്റ് വരുന്നത്. ഈ 2 ക്യൂബ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2m × 5n ഫോം ആയിരിക്കും. അതായത് 2-നും എന്തെങ്കിലും ഒരു പവർ കാണും, അതുപോലെ തന്നെ 5-നും എന്തെങ്കിലും ഒരു പവർ കാണും. ഇപ്പോൾ ഇവിടെ 5 ഇല്ല എന്നുള്ളത് അതിൻ്റെ അർത്ഥം 5-ന് 0 ആണ് പവർ എന്നാണ്. 5⁻0 1 ആണ്. അപ്പോൾ 2-ന് ഇവിടെ എന്തുണ്ട്? ക്യൂബ് ഉണ്ട്. ഈ 2 ക്യൂബിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 2 ക്യൂബ് × 5⁻0 എന്ന് എഴുതാം. കാരണം അവിടെ 5 വന്നിട്ടില്ലെങ്കിലും 5⁻0 നമുക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം ആ ഒരു വാല്യൂവിന് വ്യത്യാസമൊന്നും വരത്തില്ല. അത് 2 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്തു പോകുന്നതെന്നുള്ളത്. ഓക്കെ, അതാണിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ. അപ്പം 7/8 ഇസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അതെങ്ങനെ നമുക്ക് അങ്ങനെ പറയാം? 7/8 എന്ന് പറയുന്ന ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന്. അതായത് 7/8ൻ്റെ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. ഞാൻ പറഞ്ഞായിരുന്നു 2m × 5n ഫോമിലാണ് ഡിനോമിനേറ്റർ കിടക്കുന്നതെങ്കിൽ നമുക്ക് പറയാം എന്താ? അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, 2 ക്യൂബ് എന്നാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം 2 ക്യൂബ് × 5⁻0 എന്നാണ് ഡിനോമിനേറ്റർ കിടക്കുന്നത്. സോ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് തിയറം 1 പറയുന്നത്. ലെറ്റ് എക്സ് ബി എ റാഷണൽ നമ്പർ ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്, അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിനെ നമുക്ക് ഏത് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും? p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് പിയും ക്യൂ എന്ന് പറയുന്നത് പ്രൈമാണ്. അത് വേറൊന്നുമില്ല, എക്സ് എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണെന്ന് വീണ്ടും പറയുന്നതേ ഉള്ളൂ. അതായത് റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഒരു റാഷണൽ നമ്പറിനെ നമുക്ക് p/q ഫോം എഴുതാനായിട്ട് പറ്റും. അതായത് ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റും. ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എന്ന് പറയുന്നതിന് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് കോ പ്രൈംസ് എന്ന് പറയുന്നത്. കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പറിനെയാണ് കോ പ്രൈംസ് എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണ് ഫോം എന്ന് പറയുന്നത്? ഡിനോമിനേറ്ററിൻ്റെ ഫോം എന്ന് പറയുന്നത് ക്യൂ. ദാറ്റ് ഈസ് ക്യൂ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണല്ലോ ക്യൂ. ക്യൂവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2m × 5n ഫോം ആയിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അതാണ് തിയറം 1 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇനി ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്ലേസസ് ഓഫ് ഡെസിമൽ ആഫ്റ്റർ വിച്ച് ദ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്. എത്ര ഡെസിമൽ പ്ലേസസ് കഴിയുമ്പോഴാണ് ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ആകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ 13/3125 ആണ് ക്വസ്റ്റ്യൻ. അതിൽ നമ്പർ ഓഫ് പ്ലേസസ് ഓഫ് ഡെസിമൽ ആഫ്റ്റർ വിച്ച് ദ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചോദിച്ചിരിക്കുന്നത്. എത്ര പ്ലേസ് കഴിയുമ്പോഴാണ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്? അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെയിം ചെയ്താണെങ്കിൽ ഡിനോമിനേറ്ററിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5/5 ആണ് വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ 2m × 5n ഫോമിലായിരിക്കും എഴുതുന്നത്. അവിടെ ഇപ്പം 5 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2-ന് raised to 0 ഇട്ട് കൊടുക്കും. ഇപ്പം ഇതെന്ത് ഫോമിലായി? 2m × 2n ഫോമിലായി. സോ ഇതിൽ എത്ര പ്ലേസസ് മാറിയാണ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് ഈ ഡിനോമിനേറ്ററിലെ നമ്പർ ഉണ്ടല്ലോ 2⁻0 5/5, അതിൽ ഈ പവർ ഉണ്ടല്ലോ 0ഉം 5ഉം. ആ പവറിൽ 2ൻ്റെയും 5ൻ്റെയും പവറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതായിരിക്കും നമ്പർ ഓഫ് പ്ലേസസ് ഓഫ് ഡെസിമൽ ദാറ്റ് ദ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് എന്ന് പറയുന്നത്. ബട്ട് 0ഉം 5ലും ഗ്രേറ്റർ വാല്യൂ ഏതാണ്? 5 അല്ലേ? സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 13/3125 നമ്പർ ഓഫ് പ്ലേസസ് ഓഫ് ഡെസിമൽ എന്ന് പറയുന്നത് 5 ആയിരിക്കും. 5 ഡെസിമൽ പ്ലേസസിന് ശേഷമായിരിക്കും പോയിന്റ് വരുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അത് തന്നെയാണ് ഈ ഒരു തിയറം 2 പറയുന്നത്. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു p/q ബി എ റാഷണൽ നമ്പർ സച്ച് ദാറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് q. അതായത് p/q, അതായത് ഒരു റാഷണൽ നമ്പർ എഴുതിയാൽ അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2m × 5n ഫോമിൽ എഴുതാനായിട്ട് പറ്റും. എമ്മും എന്നും നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതുപോലെ തന്നെ എക്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് k പ്ലേസസ് ഓഫ് ഡെസിമൽ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എമ്മും എന്നും എഴുതുമല്ലോ, ഡിനോമിനേറ്ററിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് 2 × 5 സംതിങ് എഴുതുമല്ലോ. ആ 2 നമ്പറിൻ്റെ പവറിൽ ലാർജർ ഏതാണോ അതായിരിക്കും നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എന്ന് പറയുന്നത്. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ തിയറമാണ് തിയറം 2 എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് റാഷണൽ നമ്പേഴ്സ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ആർ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനെ പറ്റിയാണ്. ഇപ്പം ഇതാണ് ഒരു എക്സാമ്പിൾ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. 5/3 is equal to 1.666. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് ആണ്. സോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് എക്സാമ്പിൾ. 17/16, 1/7 ഒക്കെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം കിട്ടുന്നില്ല. 2m × 5n കിട്ടുന്നില്ല. അതായത് 2ഉം 5ഉം അല്ലാതെ വേറൊരു പ്രൈം ഫാക്ടറും കൂടെ അവിടെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ 2ഉം 5ഉം വരുന്നില്ല. ഇത് ഏത് കണ്ടീഷൻ വന്നാലും എന്ത് തന്നെ ആയിരിക്കും, അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇപ്പം നോക്കാം, 3 ഡിനോമിനേറ്ററിലെ നമ്മൾ എടുക്കുന്ന 3. ഇവിടെ 3യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 തന്നെയാണ് പ്രൈം ഫാക്ടറായിട്ട് വരുന്നത്. സോ 2ഉം 5ഉം വരുന്നില്ലെന്ന് മാത്രമല്ല 3 എന്ന് പറയുന്ന ഒരു പ്രൈം ഫാക്ടർ അവിടെ വരുന്നുണ്ട്. സോ എന്തായിരിക്കും, ഡിനോമിനേറ്റർ 2m × 5n എന്ന് പറയുന്ന ഫോമിലല്ല. സോ ദ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ 6നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് നമ്പർ എന്ന് പറയുന്നത് 6 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം ആയിരിക്കും വരുന്നത്, അല്ലേ? 2, 3 എന്ന് പറയുന്നത്. അപ്പോൾ 2 വരുന്നുണ്ട്, പിന്നെന്താ 5 വരുന്നുമില്ല. അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന ഒരു നമ്പർ ഫാക്ടറായിട്ട് വരുന്നുമുണ്ട്. സോ അതെന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, റിപ്പീറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ 7ഉം. സോ അതാണ് പറയുന്നത് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ ഡിനോമിനേറ്റർ ഓഫ് ദിസ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് ആർ നോട്ട് ദ ഫോം 2m × 5n. അതുകൊണ്ടാണത് നോൺ ടെർമിനേറ്റിംഗും റിപ്പീറ്റിംഗും ആയിട്ട് വരുന്നത്. അതാണ് തിയറം 3യിൽ പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് p/q ഒരു റാഷണൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ക്യൂ എന്ന് പറയുന്നത് 2m × 5n ഫോം അല്ലെന്നുണ്ടെങ്കിൽ ദ ഡെസിമൽ എക്സ്പാൻഷൻ വിച്ച് ഇസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആയിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് പ്ലേസസ് ഓഫ് ഡെസിമൽസ് ആണ്. നമ്പർ ഓഫ് പ്ലേസസ് ഓഫ് ഡെസിമൽസ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക, 2m × 5n ഫോമിലാണോ നോക്കുക. ആണെങ്കിൽ മാത്രം എന്ത് കണ്ടുപിടിക്കുക, പ്ലേസസ് ഓഫ് ഡെസിമൽ എത്ര നമ്പറിലാണെന്ന് നോക്കുക. എങ്ങനെ, അതിൻ്റെ പവറിൽ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ അല്ല ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. പിന്നെ ഡെസിമൽ എക്സ്പാൻഷൻസ് എഴുതാനായിട്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ.